ദിലീപ് കുമാർ, ഇന്നലെ പാകിസ്ഥാൻ ഒരു ഡേഞ്ചറസ് ഗെയിം കളിച്ചു. അവർക്ക് തീരെ ഗുണകരമല്ലാതിരുന്നൊരു ഗെയിം. അതിൻ്റെ ശിക്ഷ ആ രാത്രി തന്നെ അവർ ഏറ്റുവാങ്ങി. ഇന്നും സമാനമായ അവിവേകം അവർ ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം. ഒറ്റപ്പെട്ടതല്ല, ഇന്നലെ ഉണ്ടായതുപോലെ കൂട്ടമായുള്ള മിസൈൽ ഡ്രോണുകൾ അയക്കുക എന്ന അവിവേകം അവർ ഇന്നും ആവർത്തിക്കുമോ എന്നത് ചോദ്യമാണ്. എപ്പോഴാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം? നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ നോക്കിക്കാണുന്ന സ്ഥിരീകരണങ്ങൾ എന്തൊക്കെയാണ് ദിലീപ്? ഹാഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഇന്ത്യയെ ഇങ്ങോട്ട് വന്ന് ചൊറിയുക, ശക്തമായ തിരിച്ചടി ഏറ്റുവാങ്ങുക, ഇതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള ഇന്ത്യൻ മണ്ണിൽ കയറിയുള്ള പാകിസ്ഥാൻ്റെ ആക്രമണങ്ങൾക്ക് ചുട്ട മറുപടി, അതും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ്, സിയാൽകോട്ട്, റാവൽപിണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർത്തുകൊണ്ടാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചിരുന്നത്. വലിയ നാശനഷ്ടങ്ങൾ ലാഹോറിൽ ഉൾപ്പെടെ ഉണ്ടായി എന്നും വിവരങ്ങളുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ വീടിന് 20 കിലോമീറ്റർ അകലെ സ്ഫോടനങ്ങൾ നടന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്നതൊക്കെ ആയിരുന്നു കഴിഞ്ഞ രാത്രി. അത്തരം വാർത്തകളാണ് വന്നതെങ്കിൽ ഇന്ന് പുലർച്ചയോടുകൂടി പാക് പ്രകോപനം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതിർത്തിയിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് പാകിസ്ഥാൻ വെടിവയ്പ്പുകൾ തുടരുന്നു, ഷെല്ലാക്രമണം നടത്തുന്നു, ഡ്രോൺ ആക്രമണം നടത്തുന്നു. ഈ ആക്രമണങ്ങളെയൊക്കെ നിർവീര്യമാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയുന്നുണ്ട്. BSF സാംബ മേഖലയിൽ കൂടിയുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റം, 8 അംഗ സംഘത്തിൻ്റെ നുഴഞ്ഞുകയറ്റം ഫലപ്രദമായി പരാജയപ്പെടുത്തി. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു ഈ സംഭവം. പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. പക്ഷേ BSF അവരുടെ ഈ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തുകയും ചെയ്തു. പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. വിമാനത്താവളങ്ങളിലൊക്കെ 24 വിമാനത്താവളങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. അതിൽ ചില വിമാനത്താവളങ്ങൾ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ്. യാത്രക്കാരെ സംബന്ധിച്ച് മറ്റ് ആശങ്കകളൊന്നും വേണ്ട. രാജ്യത്തെ മറ്റു വിമാനത്താവളങ്ങളെല്ലാം സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവികളുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം DRDO മേധാവി ഡോക്ടർ സമീർ വി കാമത്തുമായും ചർച്ച നടത്തും. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഏതു തരത്തിലുള്ള പ്രകോപനമുണ്ടായാലും അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് തീരുമാനം. ആ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി.